വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ, ആദ്യത്തെ മാസങ്ങളിൽ, ആദ്യത്തെ ഒരു വർഷം കൊണ്ടൊക്കെ പരസ്പരം ജീവിതത്തെ മനസ്സിലാക്കാനും പരസ്പരം ഒരു കെമിസ്ട്രി ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഇത് ശരിയാക്കിയെടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ആദ്യത്തെ ഒരു സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പ്രശ്നങ്ങളുടെ മേളിൽ കയറിയിരിക്കുകയും പ്രശ്നങ്ങൾ നാളെ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് പിന്നീട് അത് കുട്ടികളുണ്ടാകുന്നു, അവരുടെ ജീവിതത്തിലും അത് ദുരന്തമായി മാറി ഇത് വലിയൊരു റിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് പല വീടുകളും എത്തിയിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കാനായിട്ട് തുടക്കത്തിൽ തന്നെ, ഒരു വിവാഹ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കാൻ തന്നെയാണ് വരുന്നത്. പക്ഷേ അതിന് പറ്റാത്ത എന്തെങ്കിലും സാഹചര്യങ്ങൾ, അത് മാനസികമായ പ്രശ്നങ്ങളാണോ, വൈകാരികമായ പ്രശ്നങ്ങളാണോ, എന്തെങ്കിലും സ്വഭാവപരമായ പ്രശ്നങ്ങളാണോ, വ്യക്തിത്വത്തിലെ പോരായ്മകളാണോ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പണമല്ല ഒരു നല്ല കുടുംബജീവിതം സൃഷ്ടിക്കാനായിട്ട് ആവശ്യം, മറ്റ് പല ഘടകങ്ങളുമാണ്. അതിന് പ്രാധാന്യം, അതിന് ഉയർച്ചയുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. ഈ നല്ല ആരോഗ്യമുള്ള, നല്ല ചിന്താശേഷിയുള്ള, നല്ല കാഴ്ചപ്പാടുള്ള ആൾക്കാർക്ക് സാമ്പത്തികമായിട്ടൊക്കെ നല്ല സസ്റ്റൈനബിൾ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് കഴിയും. പക്ഷെ എല്ലാത്തിൻ്റെയും ബേസ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാനസിക അവസ്ഥയാണ്. അത് നമ്മൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്നത്തെ ഈ വീഡിയോ. വിവാഹ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും കൂടുതലായിട്ട് ബാധിക്കുന്നത് കുട്ടികളെ ആയിരിക്കും. പലപ്പോഴും കുട്ടികളുടെ ചെറിയ പ്രായത്തിലും വിവാഹ ജീവിതത്തിലെ ആദ്യ കാലഘട്ടങ്ങളിലും ഒന്നും പലപ്പോഴും നമ്മളിത് മനസ്സിലാക്കിയെന്ന് വരില്ല. കുട്ടികളൊക്കെ ഒരു ടീനേജിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊന്നും അവർ പെർഫോം ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്ന പോലെ അവരുടെ സ്വഭാവം ശരിയായിട്ടില്ല, അവരിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് കാണുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും പലരും പാനിക്കായിട്ട് ഹെൽപ്പ് തേടുന്നത്. സത്യത്തിൽ ഒരു വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ കാലത്ത് തന്നെ ഹസ്ബൻഡും വൈഫും തമ്മിൽ നല്ല ഒരു യോജിപ്പിലേക്ക് നീങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് അത് ഒരിക്കലും പരിഹരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ തുടക്കകാലത്താണ് നമ്മൾ എപ്പോഴും ഒരു ഹെൽപ്പ് എടുക്കേണ്ടത്. പല ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തുടക്കകാലത്ത് പലപ്പോഴും അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കാറില്ല. അല്ലെങ്കിൽ അത് തുടക്കകാലത്ത് അവർ പലപ്പോഴും 2 സ്ഥലങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ ജോലി സംബന്ധമായ തിരക്കിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമോ ഒക്കെ ഉണ്ടാകുന്നുള്ളല്ലോ ഒക്കെ ഒന്ന് വെച്ചിട്ട് പലപ്പോഴും അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. വേറെ ചില ആൾക്കാർ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ അവരവരുടെ വീട്ടിലായിരിക്കും അവരവർ ജീവിക്കും. ഇപ്പോൾ എന്നെ വിളിച്ച ഒരു ഹസ്ബൻഡും വൈഫും, അവർ ഹസ്ബൻഡ് ജോലി സ്ഥലത്താണ്, വൈഫിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നും തീരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സേഫ് സോണിൽ നിന്നുകൊണ്ട് ആ പ്രശ്നത്തിൻ്റെ മേളിൽ കയറി ഇരിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ ഒരു വിവാഹ ജീവിതത്തിലെ ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, ഒരു വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ ആ വിവാഹ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് ആ പാർട്ട്നേഴ്സ് തന്നെ ഏറ്റെടുക്കുകയും അതിൽ കംപ്ലീറ്റ് ആയിട്ടും കമ്മിറ്റഡായും ഡെഡിക്കേറ്റഡായും നമ്മൾ ഒരു കോമ്പീറ്റൻസി, ആ ഒരു വിവാഹ ജീവിതത്തിന് വേണ്ട കോമ്പീറ്റൻസി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താൽ ഇത് തുടക്കത്തിൽ തന്നെ പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ പല ഫാമിലിയിലും നോക്കുമ്പോൾ തുടക്കത്തിൽ പരിഹരിക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പരിഹരിക്കാതെ വെച്ച് അത് വലിയ പ്രശ്നങ്ങളാകുകയും അത് കുട്ടികളിലേക്കൂടെ പകർന്നു കൊടുത്ത കുട്ടികളുടെ ജീവിതവും കൂടെ മീഡിയോക്കറാക്കി കളയുകയും ചെയ്യുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. ഇപ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടായിരിക്കും ഒരു വിവാഹമൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവരെങ്ങനെയൊക്കെ ഈ കല്യാണം കഴിഞ്ഞൊന്ന് ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അവർ ചെറിയ പ്രായത്തിൽ അവർ ഈ മക്കളെ വളർത്തിയപ്പോൾ തന്നെ അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഒരു ലേഡി അതിൻ്റെ പേരൻസിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, സാറേ ഞങ്ങൾക്ക് അവളെ ഒരിക്കലും തിരുത്താൻ പറ്റില്ല, ഞങ്ങൾക്കൊരിക്കലും അവളെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഒരു കല്യാണം കഴിപ്പിച്ച് വിട്ടു. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. എങ്ങനെയൊക്കെയോ കല്യാണം കഴിപ്പിച്ച് വിടുകയാണ്. അപ്പോൾ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളുണ്ടാകുന്നു. അത് പേരൻറ്റിനോട് എന്ന് പറഞ്ഞാൽ അവിടെ സൊല്യൂഷനൊന്നുമില്ല. കാരണം അവരുടെ സൊല്യൂഷനൊക്കെ ഓൾറെഡി എല്ലാം ഡ്രൈ ഡൗൺ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പം ആരും പൊതുവെ ഇതിനകത്ത് ഇടപെടത്തില്ല. അവിടെയാണ് നല്ലൊരു കൗൺസിലറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ മീഡിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്തോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് പറയാനും അതിനുള്ള ശാശ്വതമായ പരിഹാരത്തിന് ശ്രമിക്കുകയും വേണം. പല കേസുകളും ഞാൻ കാണുന്നത് ഇപ്പോൾ ഡിഫൻസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ വല്ലപ്പോഴും മാസത്തിലൊരിക്കലാണ് വരുന്നത്. ഈ മാസത്തിലൊരിക്കൽ വരുമ്പോൾ അവരെല്ലാം സാധിച്ചു കൊടുത്തും എല്ലാം പാമ്പർ ചെയ്തും ഒക്കെ കാര്യങ്ങൾ അങ്ങ് ചെയ്യും.
ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ മാസത്തിലൊരിക്കൽ വർഷത്തിലൊരിക്കൽ നാട്ടിൽ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് കാര്യങ്ങളൊക്കെ പാമ്പർ ചെയ്ത് എല്ലാം അങ്ങ് നടത്തിക്കൊടുത്ത് എല്ലാ പ്രശ്നങ്ങളും പൈസ കൊണ്ടൊക്കെ സോൾവ് ചെയ്യാവുന്ന രീതിയിലൊക്കെ സോൾവ് ചെയ്യുന്നു. പക്ഷേ മെൻ്റലി ഇമോഷണലി പേഴ്സണാലിറ്റി വൈസ് ഉള്ള പ്രോബ്ലംസ് ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇത് അഡ്രസ്സ് ചെയ്യാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതിൽ ഈ പ്രോബ്ലം ഉള്ള പാർട്ട്ണറായിരിക്കും പലപ്പോഴും ഈ കുട്ടികളെയും കൂടെ വളർത്തുന്നതെങ്കിൽ ആ കുട്ടികൾക്കും ഇതേ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവും. കുട്ടികളെ ഇത് ബാധിക്കും, കുട്ടികളുടെ ജീവിതവും തകരാറിലാവും. അതുപോലെ ഈ സെപ്പറേറ്റഡ് ആയി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഈ സെപ്പറേറ്റഡ് ആയി ജീവിക്കുന്ന ആൾക്കാർ പിന്നെ പലപ്പോഴും മെൻ്റലി ഓക്കെ അല്ലെങ്കിൽ ഇമോഷണലി ഓക്കെ അല്ലെങ്കിൽ അത് അവരുടെ കുട്ടികളെ ബാധിക്കും. ഇപ്പം നമ്മൾ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാലും ഇപ്പോൾ സെപ്പറേറ്റഡ് ആയതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാലും നമുക്കൊരു മാനസിക പ്രശ്നമോ വൈകാരിക പ്രശ്നമോ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനും അതിനൊക്കെ കാണേണ്ടവരെ കാണാനും അത് പരിഹരിക്കുകയും ചെയ്താലേ ആ കുട്ടികൾക്കെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ചിലർ ഒരു വിഭാഗത്തിൽ നിന്ന് വേറൊരു വിഭാഗത്തിലേക്ക് പോകുന്നു, അവിടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാതെയാണ് അടുത്ത വിഭാഗത്തിലേക്ക് പോകുന്നത്, അത് വീണ്ടും പരാജയപ്പെടും. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പലപ്പോഴും അഭയം പ്രാപിക്കാൻ അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിനായിട്ട് പോകുന്നത് അവരുടെയൊക്കെ വീടുകളിലേക്കായിരിക്കും. അവരൊക്കെ ഓൾറെഡി ഈ കാര്യത്തിൽ തോറ്റിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം അതുകൊണ്ട് അവിടെയെങ്കിലും പോയിട്ട് ഇതിനൊരു പരിഹാരം അന്വേഷിച്ചാൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. കുട്ടികളെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നു. കാരണം സുരക്ഷിതമല്ലാത്ത ഒരു ഭവനത്തിൽ വളർന്നു വരുന്ന കുട്ടികൾ, അരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന കുട്ടികളിൽ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം അത്തരം കുട്ടികൾ ഇൻസെക്യൂർഡായി കഴിയുമ്പോൾ അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കും. അവർ കള്ളം പറയാൻ തുടങ്ങും, അവർ പലതും ഒളിച്ച് ചെയ്യാനൊക്കെ തുടങ്ങും, അവർ അറ്റൻഷൻ സീക്കിങ് ബിഹേവിയറൊക്കെ കാണിക്കും. എത്ര പറഞ്ഞാലും അവർ പലതും ചെയ്യാതിരിക്കും, ഭയങ്കര ലേസി ആയിട്ട് കാണിക്കും, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളുണ്ടാവും, അറ്റൻഷൻ തീരെയില്ലാത്ത കുട്ടികളുണ്ടാവും, ലേണിങ്ങിൽ അതിനെ പ്രതിഫലനം ഉണ്ടാവും. സ്കൂളിലൊക്കെ പലതരത്തിലുള്ള ഡിസൊബീഡിയൻസിലേക്ക് ഇത്തരം കുട്ടികൾ പോകും. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഇതെല്ലാം ഓരോ സൂചനകളാണ്. അവരുടെയും മെൻ്റൽ ഇമോഷണൽ പേഴ്സണാലിറ്റി ഏരിയയിൽ പ്രോബ്ലംസ് ഉണ്ടെന്നുള്ളതിൻ്റെ സൂചനകളാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ കുട്ടികൾക്ക് ചെയ്യേണ്ടത് ഒരു അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹം കൊടുത്ത് അവരെ ഒരു പേരൻ്റേ ഉള്ളെങ്കിൽ പോലും ആ പേരൻ്റ് നല്ല സുരക്ഷിതത്വം കൊടുത്ത് ഉപാധികളില്ലാത്ത സ്നേഹം കൊടുത്ത് കരുതൽ കൊടുത്ത് മനസ്സിലാക്കി ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. പലപ്പോഴും അത്തരം പേരൻസൊക്കെ വളരെ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ട് തന്നെ കുട്ടികളെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുകയാണ്. അപ്പോൾ കുട്ടികളും ഡിസ്റ്റർബ്ഡ് ആവും. കുട്ടികളെപ്പോഴും ഒരു സമാധാനത്തിന് വേണ്ടി ഒരു സ്നേഹത്തിന് വേണ്ടി ഒരു കരുതലിന് വേണ്ടിയൊക്കെ അതിൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ മാതാപിതാക്കൾ അസ്വസ്ഥരാണെങ്കിൽ കുട്ടികൾക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടാൻ പോകും? ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. പിന്നെ ഈ മാനസിക പ്രശ്നങ്ങളൊക്കെ വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പിന്നെ നാളെ മാറും മറ്റന്നാൾ മാറും എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഒരു പ്രശ്നവും മാറാൻ പോകുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ഹസ്ബൻഡ് വൈഫായിട്ട് സംസാരിക്കുമ്പോൾ പിന്നെ ഹസ്ബൻഡിൻ്റെ മാനസികാവസ്ഥ വളരെ തകരാറിലാണ്. അപ്പോൾ അത് തകരാറിലായി വലിയ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഒരു ഡോക്ടറിനെ കാണാൻ പോവുകയും ചെയ്തു. പക്ഷേ ഡോക്ടർ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ പല അഭിപ്രായമാണ്. ഈ മെഡിസിൻ കഴിക്കണോ വേണ്ടായോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഡോക്ടർ നമുക്കൊരു മെഡിസിൻ തരുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ സിംറ്റത്തെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സിംറ്റത്തെ റിവേഴ്സ് ചെയ്യാനായിട്ടാണ് അത് തരുന്നത്. അത് 5-6 മാസമൊക്കെ കഴിയുമ്പോൾ ഡോക്ടർ തന്നെ അത് ചിലപ്പോൾ ടേപ്പർ ചെയ്ത് അത് പതുക്കെ സ്റ്റോപ്പ് ചെയ്തെന്നിരിക്കും. ചിലപ്പോൾ കുറച്ചുകൂടെ കാലം അത് നീണ്ടുപോയെന്നിരിക്കും. നമുക്കിതിനെക്കുറിച്ചൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളാണ്. മരുന്ന് ആവശ്യമുള്ളിടത്ത് മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ. കാരണം ബ്രെയിനിൽ പലതരത്തിലുള്ള കെമിക്കൽ ഡെഫിഷ്യൻസീസ് വരുന്നതുകൊണ്ടാണ് ഈ അസുഖങ്ങളൊക്കെ വരുന്നതെന്ന് ധാരാളമായിട്ട് ഇന്ന് നിങ്ങൾക്ക് സൈക്കാട്രിസ്റ്റുകളൊക്കെ ഇന്ന് ധാരാളമായിട്ട് ഇത്തരം ചാനലുകളിലൊക്കെ അവർ ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം വിശദീകരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് പിന്നെ അത്തരം ആൾക്കാരുടെ അടുത്തൊക്കെ പോകാതിരിക്കുകയും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാതിരിക്കുകയൊന്നും ചെയ്യരുത്. ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും. ആ ആശ്വാസം നമ്മുടെ കൂടെയുള്ളവർ കൂടെ ലഭിക്കും. ഒരു മനുഷ്യൻ പറഞ്ഞത്, എനിക്ക് ബിസിനസ്സിൽ ഒരു പ്രശ്നവുമില്ല, വീട്ടിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അത് വീട്ടുകാരുടെ പ്രശ്നമാണെന്നാണ് പുള്ളി വിചാരിക്കുന്നത്. അല്ല, പുള്ളിയുടെ പ്രശ്നമാണ് ആക്ച്വലി. അത് ഓഫീസിൽ കാണിക്കാത്ത അല്ല ജോലി കാണിക്കാത്തതെന്ന് പറയുന്നത് അവിടെ പുള്ളിക്ക് വെല്ലുവിളികളൊന്നുമില്ല, ചാലഞ്ചസ് ഒന്നുമില്ല. അവിടെ പുള്ളി ഇപ്പോൾ ചെല്ലുമ്പോൾ എല്ലാവരും പുള്ളി ഓക്കെയാണ്, പുള്ളി എക്സലൻ്റ് ആണ്. അവിടെ നിൽക്കുന്ന മുഴുവൻ പ്രൈസ് സിംഗേഴ്സാണ്. നമുക്കിങ്ങനെ സ്തുതി പാടുന്ന കുറേ ആൾക്കാരാണ് ബിസിനസ് രംഗത്ത് അല്ലെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ ആൾക്കാർ നിൽക്കുന്നത്. നല്ല ചങ്ങാതിമാരുണ്ടെങ്കിൽ അവർ പറയും, ഇതാണ് നിൻ്റെ പ്രോബ്ലം, ഇവിടെ നീ കറക്റ്റ് ചെയ്യേണ്ടതാണ്. ആരും അതിന് ഇന്നത്തെ കാലത്ത് മെനക്കെടില്ല. എല്ലാവരും നമ്മളെ സൂചിപ്പിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകാനേ ശ്രമിക്കുകയുള്ളൂ. പക്ഷെ വീട്ടിലങ്ങനെ നമ്മളെ സൂചിപ്പിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. വീട്ടിൽ സൈ ഇടുമ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞു എന്നിരിക്കും, അവർ എതിർത്തു എന്നിരിക്കും. അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്.
അപ്പോൾ എല്ലായിടത്തും രാജാവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ്. എല്ലായിടത്തും ആരും എന്നെ ചോദ്യം ചെയ്യരുത്, ആരും എന്നോടൊന്നും പറയരുത്, ആരും ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യരുത്, ആരും ഒന്നും സജസ്റ്റ് ചെയ്യരുത്. ഒരു സജഷൻ പോലും അംഗീകരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ പറഞ്ഞാണ്, ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. എന്തെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് അങ്ങ് വയലൻ്റ് ആവുകയാണ്, ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് ഇറങ്ങി പോവുകയാണ്. പിന്നെ 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇത് പേടിച്ചിട്ടൊന്നും പറയാതെ അങ്ങ് ഇരിക്കുകയാണ്. എത്ര കാലം ഇങ്ങനെ പോകാം? ഇവിടെ മാനസിക അസ്വാസ്ഥ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നമ്മളതിന് പരിഹാരം കണ്ടെത്തണം. ചില ആൾക്കാർക്ക് വൃത്തിയില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ ഇരിക്കുന്നിടത്ത് തന്നെ മണിക്കൂറുകൾ ഇരിക്കുന്നവരുണ്ട്. 6 മണിക്ക് ജോലിക്ക് വന്നിട്ട് 10 മണി വരെയൊക്കെ ഒരു സീറ്റിൽ തന്നെ ഇരുന്ന് ഫോണും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ എന്ത് റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്, വാട്ട് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് മൈ ചിൽഡ്രൻ, ടുവേർഡ്സ് മൈ ഫാമിലി, ഇതൊന്നും നോക്കാത്ത ആൾക്കാരുണ്ട്. ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞ, വൈഫ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വൈഫിന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കും, ഞാൻ എന്തെങ്കിലും കഴിച്ചോ കഴിച്ചില്ലയോ ഇതൊന്നും അവർ നോക്കാറില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള മാനസിക അവസ്ഥകളുള്ളവരുണ്ട്. അതിനൊക്കെ കാരണങ്ങൾ കാണും. കാരണങ്ങൾ ചിലപ്പോൾ ഈ പറയുന്ന പങ്കാളി തന്നെ ആയിക്കോട്ടെ, എന്തായാലും ആ കാരണത്തിന് പരിഹാരമുണ്ട്. ആ പരിഹാരം എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് തീർക്കാൻ പറ്റില്ല. അവിടെയാണ് നല്ലൊരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു കൗൺസിലറിൻ്റെ, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ, ഒരു ഡോക്ടറിൻ്റെ ഒക്കെ ഹെൽപ്പ് നമ്മൾ എടുക്കണം. ഇന്നത്തെ മോഡേൺ കാലത്ത് നമുക്ക് ആരും വന്ന് നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. പ്രശ്നങ്ങളുടെ മേളിൽ കയറി ഇരുന്നാൽ ആ പ്രശ്നം തീരത്തുമില്ല. അപ്പോൾ നമ്മൾ പ്രശ്നം പരിഹരിക്കാനായിട്ടൊന്ന് ഇറങ്ങിത്തിരിക്കുക. അത് ഒരാൾക്കെങ്കിലും ബോധം ഉണ്ടെങ്കിൽ ആ ആളെങ്കിലും ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞത്, സാറേ അവളെ എന്തായാലും വിളിച്ചാൽ വരില്ല, അവൾ വരണമെന്നില്ല. ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഹസ്ബൻഡിനെങ്കിലും പോവാം, അല്ലെങ്കിൽ വൈഫിനെങ്കിലും. ഒരുപാട് സ്ത്രീകൾ സ്വന്തമായിട്ട് പോയി എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളെ മാനേജ് ചെയ്യേണ്ടതെന്നെങ്കിലും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ടോക്സിക് പേഴ്സണാലിറ്റീസിനെ കുറിച്ചൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ ഞാൻ പോയി ഒരു ഡോക്ടറെ കാണുന്നതുകൊണ്ട് ഗുണമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളുടെയെങ്കിലും ജീവിതം തകരാറിലാകാതിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നിങ്ങൾ കുറേ കാലം ജീവിച്ചു കഴിയുമ്പോൾ നിങ്ങൾ രോഗിയാവും. പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പരസ്പരം രണ്ടുപേരെയും വളർത്താനും രണ്ടുപേരെയും മെച്ചപ്പെടുത്താനും ശ്രമിക്കുമ്പോഴാണ് അത് നല്ല ജീവിതമാകുന്നത്. അതിന് കറക്ഷൻ എവിടെയാണ് വേണ്ടത്? നല്ല മാനസിക ആരോഗ്യമുള്ള ആൾക്കാർ അത് അൺകണ്ടീഷണലായിട്ട് തന്നെ ഹെൽപ്പ് സീക്ക്. എനിക്കാണോ പ്രോബ്ലം, ഞാൻ റെഡിയാണ് വരാൻ. ആരാണ് ഇതിനൊക്കെ തയ്യാറാവാതെ നിൽക്കുന്നത്? ഇപ്പോൾ സ്കൂളിൽ തന്നെ പേരൻറ്റിങ് ക്ലാസ്സുകളൊക്കെ വയ്ക്കുമ്പോൾ ഈ മാനസിക പ്രശ്നങ്ങളും വൈകാരിക പ്രശ്നങ്ങളും പേഴ്സണാലിറ്റി ഇഷ്യൂസും ഉള്ളവരൊന്നും, അത്തരം പേരൻ്റ് ഒന്നും ആ പ്രോഗ്രാമിന് വരില്ല. പല സ്കൂളുകളിലും ടീച്ചേഴ്സ് പറയും, സാറേ ഞങ്ങൾ ആരെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് വെച്ചത്? കാരണം അവർ ആ കുട്ടികളുടെ ജീവിതമൊക്കെ ദുസ്സഹമാക്കുന്ന മനുഷ്യരാണ്. അത്തരം ആൾക്കാർ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് വരില്ല. കാരണം അവർക്കറിയാം, എനിക്ക് എൻ്റെ പ്രോബ്ലം, ഞാൻ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പിടിക്കപ്പെടുമോ, അല്ലെ എൻ്റെ പ്രോബ്ലമൊക്കെ ആയിരിക്കും അവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുമോ, എന്തൊക്കെയോ ഭയം കൊണ്ട്, ഫോബിയ കൊണ്ട് അവർ വരില്ല. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഇത്തരത്തിൽ സാമൂഹിക പ്രവർത്തനവും കുറവാണ്. ഇപ്പോൾ വീടുകളിലൊക്കെ ഇങ്ങനെ അനുഭവിച്ച് കഴിയുന്ന ധാരാളം മനുഷ്യരുണ്ട്. ചില വീടുകളിലൊക്കെ കൊടിയ പീഡനമാണ്. അതൊക്കെ അനുഭവിച്ച് ജീവിക്കുകയാണ് പലരും. പുറത്ത് പറയാനുള്ള നാണക്കേടുമുണ്ട്. ഞാനൊരു കാര്യം പറയാം, ആ പുറത്തൊക്കെ ആദ്യമേ അങ്ങ് പറഞ്ഞ്, നമ്മൾ ഇപ്പോൾ ഈ ചില ആൾക്കാരെയൊക്കെ നമ്മൾ തന്നെയാണെങ്കിൽ വളർത്തി വലിയ ഇമേജുള്ള ആൾക്കാരൊക്കെ അവർ പുറത്ത് വലിയ മാന്യന്മാരായിരിക്കും. അങ്ങനെയല്ല, അങ്ങനെ വളർത്തി വലിയ ഇമേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കറക്ഷൻ ചെയ്യാൻ വളരെ പാടാണ്. പിന്നെ ഒരുപാട് വർഷം പഴകി കഴിഞ്ഞാൽ കറക്ഷൻ ചെയ്യാൻ വളരെ പാടാണ്. ഒരു വിവാഹ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കെമിസ്ട്രി ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുക. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും അടുത്ത് അതിനകത്ത് ഇടപെടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ഇടപെടുത്തുക. പിന്നെ അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ സഹകരിച്ച് മുമ്പോട്ട് പോകാമെങ്കിൽ അങ്ങനെ ഹെൽപ്പുകൾ എടുക്കുക. ഒന്നും പറ്റുന്നില്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങൾ, അവരുടെയും ജീവിതം ഇതുപോലെ തന്നെ ആവും. അതാണ് ഇതിൻ്റെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയും. മാതാപിതാക്കൾ അതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ കഴിഞ്ഞു പോവുകയും അവരടുത്ത തലമുറയിൽ അങ്ങനെയുള്ളവരെ സൃഷ്ടിക്കുകയും ഇതൊരിക്കലും നിലയ്ക്കാത്ത ഒരു, ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നിലയ്ക്കാത്തൊരു പരിപാടിയായിട്ട് ഇത് തുടർന്നു പോവുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. പിന്നെ പലരും പറയുന്നതാണ് ഈ കൗൺസിലിങ്ങും തെറാപ്പിയൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, അതാണ് ഇതാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോസ്റ്റൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നത്? കാറ് വാങ്ങിക്കാൻ പണമുണ്ട്, വീട് വയ്ക്കാൻ പണമുണ്ട്, നമുക്ക് നാട്ടിലുള്ള സകലമാന പരിപാടിക്കും പണമുണ്ട്.
പിന്നെ ഈ കോസ്റ്റ് അല്ലാത്ത സാമൂഹിക രംഗത്തൊക്കെ ധാരാളം സംഘടനകളുണ്ട്. പിന്നെ ഇനിയും വേണ്ടത് ഈ നമ്മുടെ സർക്കാർ നിലയിലും സാമൂഹിക സംഘടനകളും ഒക്കെ ഇത്തരം പ്രവർത്തനങ്ങളെ സഹായിക്കുക. അല്ല ചുമ്മാ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറേ പരിപാടികളൊക്കെ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത പരിപാടികൾ, ആഘോഷങ്ങളും കുറേ സമ്മേളനങ്ങളും ഒക്കെ നടത്തി ദൂർത്തടിക്കാതെ ഇതുപോലുള്ള പ്രവർത്തനം ഇനി അങ്ങോട്ട് ഒരു സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം മാനസിക രോഗമാണ്. ഇപ്പോൾ രോഗങ്ങളെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടിരിക്കുന്ന കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ക്യാൻസറിനേക്കാളും ഒക്കെ വലിയ കൊടിയ രോഗമാണ് മാനസിക പ്രശ്നം. മാനസിക പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ദുരന്തം എന്ന് പറയുന്ന ഒരാളല്ല അനുഭവിക്കുന്നത്, അവർക്ക് ചുറ്റുമുള്ള എല്ലാവരും ഇത് അനുഭവിക്കുന്നു, അടുത്ത തലമുറ ഇത് അനുഭവിക്കുന്നു. ഒരാൾക്ക് ക്യാൻസർ വന്നാൽ അടുത്ത തലമുറയൊന്നും അതിൻ്റെ ഭാഗമായിട്ട് അനുഭവിക്കുന്നില്ല. അതിനേക്കാളൊക്കെ കൊടിയ ഇമ്പാക്റ്റുള്ള ഒരു പ്രശ്നമാണ് മാനസിക രോഗങ്ങൾ. അപ്പോൾ മാനസിക രോഗരംഗത്ത് ഒരുപാട് തരത്തിലുള്ള അവയർനെസ് നമ്മൾ സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്യണം. ഇതിനാണ് ഇനിയും ചാരിറ്റി ഓർഗനൈസേഷൻസ്, സോഷ്യൽ ഓർഗനൈസേഷൻസും കൾച്ചറൽ ഓർഗനൈസേഷൻസും ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പോൾ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, ആ ആളിനെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ആ ആളിന് ഒരുപാട് പ്രവർത്തനങ്ങൾ പിന്നെ വളരെ സാമൂഹിക രംഗത്ത് വളരെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. അല്ലാതെ അയാളുടെ ജീവിതം, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്, എനിക്ക് ജീവിക്കാനുള്ള സസ്റ്റനൻസും ഇതിൽ നിന്ന് തന്നെ കിട്ടണം. അപ്പോൾ എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സമൂഹത്തിൽ ധാരാളം പ്രവർത്തനങ്ങളുണ്ടാകും. എനിക്കറിയാവുന്നൊരു കോളേജിൽ വിദേശ രാജ്യത്തു നിന്ന് കുറേ പണം കൊണ്ടുവന്നൊരു കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ടാക്കി, എന്നിട്ട് അത് പൂട്ടിയിട്ടേക്കാണ്. അത്ര വലിയ സാമൂഹിക ദർശനമുള്ളവരാണ് കോളേജുകളെയൊക്കെ നടത്തുന്നത്. ഇതുപോലുള്ള അവസ്ഥകൾ, എത്രയോ പള്ളികൾ, എത്രയോ അമ്പലങ്ങൾ, ഇവിടെയൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ബിൽഡിങ്ങുകളൊക്കെ വെറുതെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഒരു മുറിയൊക്കെ തുറന്നു കൊടുത്ത് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള 1-2 പേരെയൊക്കെ അവിടെ ഇരുത്തി സമൂഹത്തിന് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇനിയും മുൻതൂക്കം കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഈ ആഘോഷങ്ങളും ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ നടത്തുമ്പോൾ ഒരു ദിവസമെങ്കിലും മാനസികാരോഗ്യത്തെ പറ്റിയുള്ള ഒരു ദർശനം, കാഴ്ചപ്പാട്, അവബോധം സൃഷ്ടിക്കാനുള്ള ഒരു ക്ലാസ്സോ അത്തരം പ്രവർത്തനങ്ങളോ നടത്തുക. സ്കൂളുകളിലെല്ലാം കമ്പൽസറി ആയിട്ട് LKG മുതൽ പേരൻസിന് നല്ല കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ മാനസിക ആരോഗ്യം മെച്ചപ്പെടും. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പലരും എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, സാറേ കണ്ണൂർ സാറ് വരുമോ, തൃശ്ശൂരിൽ സാറിൻ്റെ പ്രോഗ്രാം ഉണ്ട്. എന്തിനാണ്? നിങ്ങൾ തന്നെ അവിടെയൊക്കെ ഇത്തരം പ്രോഗ്രാമുകൾ നടത്തുക. ഈ രംഗത്തുള്ള ആൾക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. ഈ രംഗത്തുള്ള ധാരാളം പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള കാഷ്വാലിറ്റികൾ കുറയും, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കുറയും, ഇത്തരത്തിലുള്ള അപകടങ്ങൾ കുറയും. അവയർനെസ്സാണ് കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മനുഷ്യൻ കൂടുതലായിട്ട് ഈ കാര്യത്തിലൊക്കെ അവബോധമുള്ളവരാവട്ടെ. പലർക്കും അറിയില്ല അവരുടെ പ്രശ്നം മാനസികാരോഗ്യ പ്രശ്നമാണെന്ന് പോലും അറിയില്ല. സ്ത്രീകളിൽ പലർക്കും ഹോർമോണലായിട്ടുള്ള ഇഷ്യൂസ് വന്നു കഴിയുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടാകുന്നു. ഒരുപക്ഷെ അത് ശരീരത്തിൽ അത് കറക്ഷൻ നടത്തുമ്പോൾ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ മാറിയെന്നിരിക്കും. ഇപ്പോൾ പെൺകുട്ടികളിൽ തന്നെ PCOD ഒക്കെ ഉള്ള കുട്ടികൾ മാനസികമായ ഒരു അസ്വസ്ഥരാകുന്നു. അപ്പോൾ അതിനൊക്കെ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഹെൽപ്പ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൺകുട്ടികളിലൊക്കെ മാനസികമായ പ്രശ്നങ്ങളുള്ള പല കുട്ടികളെയും നമ്മൾ കറക്റ്റ് ടൈമിൽ അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ട്, ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ട് അവർ ഡ്രഗ് അഡിക്ഷനിലേക്കും സൂയിസൈഡിലേക്കും ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലും ഒക്കെ പോകാൻ സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പല കുട്ടികളും ഇന്ന് മുറിക്കകത്തിരിക്കുകയാണ്, മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങുന്നില്ല. മുറിക്ക് വെളിയിൽ അവർക്ക് കോളേജിൽ പോകാൻ താല്പര്യമില്ല, സ്കൂളിൽ പോകാൻ താല്പര്യമില്ല. ഇതിനെന്ത് ചെയ്യണമെന്ന് മാതാപിതാക്കൾക്ക് അറിയില്ല. എത്രയും പെട്ടെന്ന് അവരെ ഒരു ഈ മാനസികാരോഗ്യ രംഗത്തുള്ള ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കണം. കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറഞ്ഞത്, അവൻ ആ കോഴ്സിനല്ലാതെ വേറൊന്നിനും ചേരൂല, ആ കോഴ്സിനോട്ട് അവൻ അഡ്മിഷൻ കിട്ടുന്നുമില്ല. ഇതൊക്കെ ചില പ്രത്യേകമായ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ കുട്ടികളുടെ ആ റാഷണൽ തിങ്കിങ് ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ശരിയായ രീതിയിലുള്ളൊരു ഒരു മാനസികാവസ്ഥയില്ല, പെർവേർട്ടഡായിട്ട് ചിന്തിക്കുന്നു. ഇതൊക്കെ കുഴപ്പമാണ്. പിന്നീട് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വരാം സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇടപെടലുകൾ, സമൂഹത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവട്ടെ. പിന്നെ കഴിയുന്നത്ര നമ്മുടെ സഹോദരങ്ങളുടെയും കൂട്ടുകാരുടെയൊക്കെ വീടുകളിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ കഴിയുന്നത്ര സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ കുറച്ചുകൂടെ സാമൂഹികപരമായി നമ്മൾ കുറച്ചുകൂടി ഉയർന്ന് ചിന്തിച്ചില്ലെങ്കിൽ ഈ മാനസിക പ്രശ്നങ്ങളും വൈകാരിക പ്രശ്നങ്ങളും വ്യക്തിത്വ പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നും. ഇന്ന് അതിൻ്റെ പേഴ്സൻറ്റേജ് സമൂഹത്തിൽ കൂടി വരുന്നതായിട്ടാണ് പഠനങ്ങളെല്ലാം തെളിയിക്കുന്നത്. വിവാഹ ജീവിതത്തിന് വേണ്ടത് നല്ല മാനസിക ആരോഗ്യമുള്ളവരാണ്. ഒരു വ്യക്തി എന്ന് പറഞ്ഞതുപോലെ, സാറേ ഞാൻ ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കി നല്ലൊരു നിലയിലെത്തി, ഞാൻ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, എൻ്റെ വൈഫ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പി ആയിട്ടൊരു ദിവസം പോലും ഇല്ല.
നമ്മൾ മനസ്സിലാക്കേണ്ടത് പണം കൊണ്ട് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊരു മിഥ്യാധാരണയാണ്. ഹാപ്പിനെസ്സിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നല്ല മാനസികാരോഗ്യമാണ്. നല്ല മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സാഹചര്യത്തെയും പോസിറ്റീവായിട്ട് എടുക്കുകയും അതിലൊക്കെ സന്തോഷം കണ്ടെത്താനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യും. നല്ല മാനസികാരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ രംഗത്തും നമുക്ക് തകർച്ചയുണ്ടാവും. എല്ലാ രംഗവും തകർന്നു, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അതിൻ്റെ പോരായ്മകളും കുറവുകളും മാത്രമായിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ജീവിതം ആശംസിക്കുന്നു. നല്ലതെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ, ഗവൺമെൻറ്റിലുള്ളവരൊക്കെ ഈ കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കണം. ഡോക്ടേഴ്സൊക്കെ ഈ കാര്യത്തിൽ എന്താണ് ഇനിയും കൂട്ടായി ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഡയബറ്റിക്കിനെ കുറിച്ചൊക്കെ വലിയ അവബോധങ്ങളൊക്കെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ എനിക്കൊന്ന് മാനസികാരോഗ്യ രംഗത്തുള്ള ഡോക്ടേഴ്സും മറ്റുമൊക്കെ ഈ രംഗത്ത് വലിയ അവബോധം സൃഷ്ടിക്കാനായിട്ടൊക്കെ മുമ്പോട്ട് വരേണ്ടതായിട്ടുണ്ട്. കുറച്ചൊക്കെ ഈ ഷെയിമൊക്കെ മാറട്ടെ, ദുരഭിമാനം മാറട്ടെ, ഇത് ഹെൽപ്പ് സീക്ക് മടിയും ഒക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. എല്ലാവർക്കും സന്തോഷം നേരുന്നു. ഹാപ്പി ലിവിങ്.